ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നും സ്ഥലത്തിൻ്റെ പേരെന്നാടാ ആയിക്കരപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്പോർട്സ് കോട്ട എന്നുള്ളൊരു സ്ഥാപനമാണ്. അതായത് ഈ സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ 19-ാം തീയതി ബുക്ക് ചെയ്ത, അതായത് മെയ് 19-ന് ഒരു ബൂട്ട് ബുക്ക് ചെയ്തു. 3700 രൂപ, 140 രൂപ ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്ത സാധനം 3840 രൂപ ട്രാൻസ്ഫറും ചെയ്തു. ആ പേയ്മെൻറ്റ് പറ്റി ഒരു മാസം കഴിഞ്ഞു. ഇവരിന്ന് തരും നാളെ തരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ അന്വേഷിച്ച് പോയി, നമ്മൾ ഓരോ നമ്പറിലും വിളിക്കുന്നു. ആ നമ്പറിൽ നിന്നെല്ലാം അവൻ ബ്ലോക്ക് ചെയ്ത് കടിക്കുകയായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത് ആ സ്ഥാപനത്തിൽ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇനി ആരും പറ്റിക്കപ്പെടരുത്. ഞാൻ ഇന്നലെ പോയി എൻ്റെ ട്രാൻസ്പോർട്ടിങ് എക്സ്പെൻസ് സഹിതം ഞാൻ അവനിൽ നിന്ന് ഈടാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ ആരെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം പോവുക, കാരണം അത് പെട്ടെന്ന് നിർത്തിപ്പോവും. അത് കൂടിപ്പോയൊരു 10-20 ജോഡി ബൂട്ട് മാത്രമേ ഇപ്പോൾ നിലവിൽ അവിടെയുള്ളൂ. മുതലാളി എന്ന് പറഞ്ഞിട്ടൊരു അജ്മൽ എന്ന് പറയുന്നവൻ രാത്രി മുഴുവൻ ഓൺലൈൻ തട്ടിപ്പും, അത് കഴിഞ്ഞാൽ ഡേ ടൈം ഫുള്ള് ഉറങ്ങുന്ന ഒരുത്തനാണ്. ഞാൻ പോയപ്പോഴും അവിടെ അങ്ങനെ തറയിൽ കിടന്ന് ഉറങ്ങുന്നതാണ് കണ്ടത്. ഓക്കെ, സംശയം ആരെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം പോവുക, അല്ലെങ്കിൽ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ വേഗം പോയി റിപ്പോർട്ട് ചെയ്യുക. എന്നാൽ വേഗം നിങ്ങൾക്ക് എന്തെങ്കിലും അത് വസൂലാക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ എല്ലാം കഴിയുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് വിളിച്ചാലും മതി. 9847221143. ഓക്കെ. ഞാൻ എന്റെ പൈസക്ക് വേണ്ടിട്ട് ഞാൻ കല്ലൂരിൽ വരുന്ന ബാക്കി പറഞ്ഞാൽ ഞാൻ പേയ്മെന്റ് ഞാൻ ചെയ്തു. ഇതിന്റെ പേയ്മെന്റ് ഞാൻ ചെയ്താ ഒരു മാസം ഞാൻ ചെയ്താന്ന് പറയുന്നില്ല. നീ ചെയ്യണ്ടാന്നേ, വേണ്ട. നീ എന്റെ ടൈമിന് നീ എനിക്ക് സാധനം തന്നില്ല, എനിക്ക് ഡെലിവറി ചെയ്ത് തന്നില്ല. ആർക്ക് ഡിലേ ആയിരുന്നു? ആരും ഞാനിത് കൊണ്ടത്ത് സ്റ്റേഷനിൽ വിളിച്ചതിന് ശേഷം നേരിട്ട് വന്ന കേസാണ്. നീ സംസാരിച്ചാദ്യം ഈ പൈസ നീ ചെയ്യണമെന്നില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല നീ ഇത് ചെയ്യണമെന്നില്ല. ഞാൻ നിന്റെ നമ്പർ ഞാൻ കൊടുത്ത് ഞാൻ തരാൻ പറ്റില്ല നിന്റെ പൈസ. എനിക്ക് നിന്റെ പൈസ വേണ്ട. എന്റെ അഡ്രസ് ആണ് അതിനകത്ത്, ഫോൺ നമ്പർ എടുത്ത് ഡീറ്റ് ചെയ്തത്. കണ്ണൂർ വരിക, എല്ലാവരും വിളിച്ചുകൊണ്ട് എനിക്ക് വേണ്ട. ഞാൻ ഈ റിസ്ക് എടുത്തിട്ട് കണ്ണൂർ വന്നത്. ഞാൻ കണ്ണൂരിൽ നിന്ന് കാലത്ത് ഈ റിസ്ക് എടുത്തിട്ട് ഇവിടെ വന്നു. അതുകൊണ്ട് നടക്കൂല. നീ അതിന് വിളിക്കാൻ ഞാൻ എന്റെ പൈസ നീക്കി ഒന്നും 2 ഫോണല്ല നീ ബ്ലോക്ക് ചെയ്തേ, നീ 3 ഫോണാ ബ്ലോക്ക് ചെയ്തേ. നമ്മള് തേടി വന്നില്ല, നീ പൈസയും കൂടി തരില്ലാന്നറിയാം. എത്ര ഫോണാണ് ബ്ലോക്ക് ചെയ്തത്?